ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. മീനു ചേച്ചിയെ കണ്ടപ്പോഴും മീനു ചേച്ചിയും കൂടെ നിർബന്ധിച്ച് ഇതിൽ ഉൾപ്പെടുത്തിയപ്പോഴും ഒക്കെ ആര്യന്റെ സന്തോഷം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ആരോ പറയുന്ന പോലൊരു തോന്നല്. പിന്നെ സംഭവിച്ചത് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെ ആയി. ആര്യ, മാപ്പോ എന്തിന്? താൻ ചെയ്തതിലെ തെറ്റും ശരിയൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നേ ഇല്ല. അതിനെക്കുറിച്ച് എനിക്കറിയാൻ വേണ്ട. താൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ജീവിതത്തില് എനിക്ക് തന്നോട് സ്നേഹം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു സംഭവിച്ചത്. രണ്ടു മൂന്ന് ദിവസം മുന്നേ കുറെ തള്ളി മറിച്ചല്ലോ. ദേവമംഗലത്തുകാര് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് ശരിയല്ല, ഉടായിപ്പാണെന്നൊക്കെ. ദേവമംഗലത്തുകാര് ആരാണ്, എന്താണ്, അവരുടെ ക്വാളിറ്റി എന്താണെന്നൊക്കെ കൃഷ്ണമംഗലത്തുകാർക്കൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ ഏട്ടൻ മിത്ര ചേച്ചിയെ കല്യാണം കഴിച്ചതേ ഏട്ടന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. ഇവിടത്തെ ഒരാളുടെ ജീവൻ ഗുരുവായൂരിൽ അവസാനിക്കാതിരിക്കാൻ. ഏട്ടന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു മിത്ര ചേച്ചി. പക്ഷെ അന്നേട്ടൻ ശത്രുത നോക്കിയില്ല, ജീവന്റെ വില മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ചുരുക്കത്തില് ദേവമംഗലത്തുകാരെ വെറുപ്പിക്കാതെ നിന്ന കൃഷ്ണമംഗലത്തുകാർക്ക് അല്ലറ ചില്ലറ ഗുണങ്ങളൊക്കെ കിട്ടും. എന്റെ ഏട്ടൻ ഇന്ന് കിട്ടിയതുപോലെ. നിന്റെ പുണ്യാളൻ ഏട്ടന് നാളെ ഒരു പണി കൊടുക്കുന്നുണ്ടടി. എന്താടാ എന്താ ഇത്ര ആലോചിക്കുന്നേ? നാം ഇറങ്ങിപ്പോയോ? ഞാൻ ഉറഞ്ഞു തുള്ളുവായിരുന്നല്ലോ. സത്യങ്ങൾ അറിഞ്ഞപ്പോ വാ തുറക്കാൻ പറ്റുന്നില്ലല്ലേ? കൃഷ്ണമംഗലത്തുകാരെ ചിലപ്പോ ദേവമംഗലത്തുകാരെ തോൽപ്പിച്ചെന്നിരിക്കും. പക്ഷേ അത് ചതി കൂടിയായിരിക്കും. ദേവമംഗലംകാര് ജയിക്കുന്നതേ സത്യത്തെ മുന്നിൽ നിർത്തിയായിരിക്കും. നിർത്തില്ല. നിങ്ങളെപ്പോലുള്ള ചില ആണുങ്ങളുടെ പ്രശ്നം കൃത്യം പോയിന്റുകൾ പറഞ്ഞ് ജയിക്കാനാവാതെ ആവുമ്പോ ശബ്ദമുയർത്തി തൊഴിക്കാൻ നോക്കും. പക്ഷേ ഒച്ച എടുത്താലും ഞാൻ പേടിക്കാൻ പോണില്ല. നീ ആരാടി? വലിയ ജാൻസി റാണിയോ? ആണെങ്കി നിനക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. ഒരു ചതിയനെ വെട്ടി വീഴ്ത്താൻ ഇറങ്ങിയ ഒരു പുതിയ ഝാൻസി റാണി. നോക്ക്, ഇവിടെ ബഹളം വെച്ച് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതിയാ ഞാൻ അടങ്ങി നിൽക്കുന്നേ. പക്ഷേ ഞാൻ അടങ്ങാൻ പോകുന്നില്ല. എന്നെ അടക്കാനും നോക്കണ്ട. നിന്നെ അടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ വാടാ. ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ യുദ്ധങ്ങളെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് ഓർത്തു നോക്ക്. ഗുഡ്. ഞാൻ പിന്മാറി. തളർന്നു പോയ ആളിനെ വെല്ലുവിളിക്കാൻ പാടില്ല.
ഫുള്ള് ഏസിലൊന്ന് കിടക്കണം. നിന്റെ ചേട്ടനെ നാളെ ഒന്ന് കണ്ടോട്ടെ. അനന്തേട്ടാ, ഉം. ആ, അനന്തേട്ടാ, എന്താ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയരുത്. ആ, നീ എന്താണെന്ന് വെച്ച കാര്യം പറ. ആര്യനെ നമ്മുടെ മരുമകനായിട്ട് അംഗീകരിച്ച് നാട്ടുകാരറിയെ കല്യാണം നടത്തി രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? എന്താ നീ ഈ പറയുന്നത് നന്ദിതേ? ആര്യനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മുഴുവനും മാറിയില്ലേ അനന്തേട്ടാ? നമ്മുടെ മകള് ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ആര്യനല്ലേ? മറ്റൊരാളെ സ്നേഹിച്ചിരുന്ന ആളാണ് നമ്മുടെ മോളെന്നറിഞ്ഞിട്ടും അവൻ മിത്രയെ താലി കെട്ടി. അതും അവൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി. അവൾക്ക് വേറൊരു പ്രണയമുണ്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ സ്വർണം മോഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം ആര്യൻ ഏറ്റെടുത്തത്. അവനൊരു ജോലിയില്ല, കാശിന് ബുദ്ധിമുട്ടുമുണ്ട്. എന്നിട്ടും ഭാര്യയുടെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരണമെന്ന് അവൻ മിത്രയോട് ആവശ്യപ്പെടുന്നില്ല. ആര്യനേക്കാളും നല്ലൊരു മരുമകനെ നമുക്ക് കിട്ടില്ല അനന്തേട്ടാ. ഏട്ടനോട് ആ സിഐ നേരിട്ട് പറഞ്ഞതല്ലേ ആര്യന്റെ ഗുണങ്ങള്. സ്വർണം തിരിച്ചു കിട്ടിയപ്പോഴും നമ്മുടെ കയ്യിൽ നേരിട്ട് തരാനല്ലേ ആര്യൻ ആവശ്യപ്പെട്ടത്. ഏട്ടാ, നമ്മുടെ മിത്രയ്ക്ക് ആര്യനേക്കാൾ മികച്ചൊരാളെ കിട്ടില്ല. നമുക്ക് ബാലേട്ടനോടും ഗോമതിയോടും സംസാരിക്കാം. എന്നിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. നന്ദിതേ, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ കല്യാണം അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും നടത്താൻ പറ്റില്ല. നന്ദിതേ, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ കല്യാണം അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും നടത്താൻ പറ്റില്ല. അത് അച്യുതനെ ഒറ്റപ്പെടുത്തുന്ന പോലെയാകും. അച്യുതനെ ഒറ്റപ്പെടുത്തുന്നത് എങ്ങനെയാ? അച്യുതന് പക കാരണം കണ്ണുപോലും കാണാൻ പറ്റാതെ നിൽക്കുക. ഇന്നലെ തന്നെ ആ സ്വർണം കൊണ്ടുവന്നിട്ട് ഇവിടെ കടന്ന് ഉറഞ്ഞു തുള്ളിയത് ഏട്ടനൊന്ന് കാണണമായിരുന്നു. മിത്രയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സ്വർണമല്ലേ, അതിനെക്കുറിച്ച് നമ്മളല്ലേ ചോദിക്കേണ്ടത്. അച്യുതൻ എന്തിനാ ബഹളം ഉണ്ടാക്കാൻ പോയത്? അതൊക്കെ ശരി തന്നെ. പക്ഷേ ദേവമംഗലവുമായി ഒരു ധാരണയിലെത്താനും ഒരു കല്യാണമൊക്കെ നടത്താനും അച്യുതൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ കൃഷ്ണമംഗലം രണ്ടാകും. രണ്ടാകട്ടെ അനന്തേട്ടാ, നമുക്ക് വേറെ മാറാം. കൃഷ്ണമംഗലത്തിന്റെയും ദേവമംഗലത്തിന്റെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോഴും കൂട്ടുകുടുംബം പോലെ ഒറ്റ വീട്ടിൽ തിങ്ങിക്കൂടി കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് അവരുടേതായ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നടത്താൻ അച്യുതന്റെ സമ്മതം വാങ്ങണമെന്ന് പറയുന്നത് കഷ്ടമാണ് ഏട്ടാ. എന്തായാലും മാറി താമസിക്കലൊന്നും അമ്മയുടെ കാലം വരെയെങ്കിലും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. മാത്രമല്ല, ബാലനോടുള്ള പഴയ ദേഷ്യം ഇപ്പോഴും എന്റെയും അച്യുതന്റെയും ഒന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടുമില്ല. അനന്തേട്ടാ, വീട്ടിലെ ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ട് അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. എന്റെ കൂടി മോൾ അമിത്ര, അവളുടെ കല്യാണം നടത്തുക എന്നുള്ളത് എന്റെ അവകാശമാ. ആര്യൻ ഗുരുവായൂർ വെച്ച് താലി കെട്ടി. ഇനി നാട്ടുകാരെ വിളിച്ച് ആഘോഷമായിട്ട് ആ കല്യാണം നമുക്ക് നടത്തണം. പ്ലീസ് അനന്തേട്ടാ, പ്ലീസ്. എന്റെ ആഗ്രഹം ന്യായമല്ലേ? പകയെന്ന് പറഞ്ഞ് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കണോ?
ശരി, നേരെ ഒന്ന് വെളുക്കട്ടെ. അച്ഛനോടും കൂടി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തിനാ അച്യുതനോട് ആലോചിക്കുന്നത്? അച്യുതനോട് ആലോചിച്ചേ പറ്റൂ നന്ദിതേ. അവന്റെ ഏത് കാര്യവും എന്റെയും കൂടി അനുവാദം കിട്ടി അവൻ ചെയ്യൂ. അവന്റെ മനസ്സ് എങ്ങനെയാണെങ്കിലും അവൻ എനിക്കൊരു വില തരുന്നുണ്ട്. അതില്ലാതാക്കാൻ പറ്റില്ല. ശരി, പക്ഷെ കല്യാണക്കാര്യം അച്യുതൻ എതിർത്താലോ? അതപ്പോഴല്ലേ. ആദ്യം ഞാൻ അവനോട് കാര്യം പറഞ്ഞു നോക്കട്ടെ. നേരെ ഒന്ന് വെളുത്തോട്ടെ. ആ ഞാൻ ഇറങ്ങാൻ പോവാ. ഞാൻ ഇപ്പൊ ഇറങ്ങും. ചായ കുടിച്ചിട്ട് പോയി. അമ്മേ സമയമില്ല. ദേ മാനേജർ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് അയാളെ വീട്ടിൽ ചെന്ന് കണ്ട് അയാൾ അടിച്ചിടണം. എന്തായാലും ശരി, നീ ഇത് കുടിച്ചിട്ട് പോയാ മതി. അതെ, മിത്ര പറഞ്ഞിട്ടാ പോയെ നിനക്ക് ചായ തന്നിട്ടേ വിടാവൂന്ന്. ശരി, അമ്മയുടെ കൈകൊണ്ട് തരുന്നതല്ലേ. സമ്മതിച്ചിരിക്കുന്നു അമ്മയുടെ കൈപുണ്യം. തള്ളി മറിക്കണ്ട, കുടിക്ക്. അതെ, ലോണൊക്കെ ശരിയാവാറായോടാ? ഞാൻ ലോണും കൂടിയേ പൊരിഞ്ഞ പോരാട്ടത്തില. എന്തായാലും ഞാൻ ജയിക്കും. എടി അനു, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. കണ്ടോ, നമ്മളെ കേൾപ്പിക്കാനായിട്ട് അവൻ വിളിച്ചു പോകുന്ന. ഇങ്ങോട്ട് കൊണ്ടുവാടി, ഞാനിന്ന് വൈകിട്ടേ വരൂ. അനുശ്രീയെ വീട്ടിലാക്കിയിട്ട് അവൻ എവിടെയോ കറങ്ങാൻ പോവാ. ചെന്നൊരെണ്ണം പൊട്ടിച്ചു കൊടുക്കാനാ തോന്നുന്ന. എന്തിനാടാ? അതിന് അവള് നമ്മുടെ ആരാ? നമ്മുടെ ആരുമല്ല അനുശ്രീ. എല്ലാവരും അപമാനിച്ചിട്ട് ഇറങ്ങിപ്പോയ ദിവസം മുതല് അവൾ എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടാണോ അമ്മേ അവള് ജയിച്ചപ്പോ അമ്മ പായസം വെച്ചത്? അമ്മയുടെ മനസ്സിൽ നിന്ന് അവൾ എങ്ങും പോയിട്ടില്ല. അമ്മയുടെ മനസ്സിൽ മാത്രമല്ല, ഇവിടെ എല്ലാവരുടെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ. എന്നാലും അവൾക്ക് നമ്മളോട് ഇതെങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നിയിടാ? അതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ടമ്മേ. അലോകിന്റെ ചതി. എന്റെ മനസ്സങ്ങനെ പറയുന്ന. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എന്താണ് അമ്മയും മോനും കൂടി ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ചില കൊച്ചു വർത്തമാനങ്ങൾ പറയായിരുന്നു. ആര്യ, നീ ഏത് വഴിക്കാ പോന്നെ? ഏടത്തേക്ക് ഇപ്പൊ എവിടെ പോകണ്ടേ? ഓഫീസിലല്ലേ? ആകാശ് നേരത്തെ പോയി. നിനക്ക് ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടാവും. ഏടത്തി വരുന്നുണ്ടോ ഇല്ലയോ അത് പറ. പെട്രോൾ അടിച്ചുതരാൻ ഒരാളെ കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അപ്പോ 1 ലിറ്റർ പെട്രോൾ സ്പോൺസർഡ് ബൈ മീനാക്ഷി എടുത്തി. 1 ലിറ്റർ ആക്കണ്ട, 2 ലിറ്റർ പോരെ? അയ്യോ അത് വേണ്ട, എന്റെ പെട്രോൾ ടാങ്കേ പേടിച്ചു പോകും. അതിൽ ഇതുവരെ 1 ലിറ്ററിൽ കൂടുതൽ ചെന്നിട്ടില്ല. ശരി അമ്മ, ശരി മോളെ. കൂടെ ഉണ്ട്. ഞാൻ കൊടുക്കാം. ആനന്ദേട്ടാ. ശരി ആനന്ദേട്ടാ, ഞാൻ നോക്കാം. ശരി. എടത്തി, ആനന്ദേട്ടനെ എടുത്ത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? എന്താടാ? അല്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ ആനന്ദേട്ടനെ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും ഒരു വിഷമം മുഖത്തുള്ളതുപോലെ. നീ പറഞ്ഞത് സത്യ. ദേവിയുടെ ടീം എപ്പോഴും ഒരു ആലോചനയിലും വിഷമത്തിലൊക്കെ തന്നെയാ.
പറ്റും എടുത്തി? ആര്യ, അത് അലോകല്ലേ? ആ, അതെ എടുത്തി. എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നിൽക്കുന്നവൻ ആര്യൻ. അങ്ങനെ നോക്കല്ലേ, അനുശ്രീയുടെ ചേട്ടൻ. അവന്റെ കൂടെ ഉള്ളത് മീനാക്ഷി, ആര്യന്റെയും അനുശ്രീയുടെയും ഏട്ടത്തി. ആര്യൻ എനിക്ക് പണി കുറേ തന്നതാ. അവന്റെ പേരും പറഞ്ഞിട്ടാ അനുശ്രീ ജാട കാണിക്കുന്നത്. അനുശ്രീയോട് ഭയങ്കര സ്നേഹം ആര്യന്. ഞാൻ വേറൊരു പെണ്ണുമായിട്ട് നിൽക്കുന്ന കണ്ട അവൻ ഞെട്ടിക്കാണും. അവനെ ഞെട്ടിക്കാൻ തന്നെയാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ചതിയൻ. അനുശ്രീ വീട്ടിലുള്ളപ്പോ വേറെ ഏതോ പെണ്ണുമായിട്ട് ചുറ്റിക്കറങ്ങുക. ഇതെനിക്ക് ചോദിക്കണോടത്തി. അവന് BP കയറി തുടങ്ങി. നീ ഇങ്ങോട്ട് അടുത്ത് നിൽക്കേ. അത് വേണോടാ. ഇത് അവനെ ഒന്ന് വട്ടാക്കാൻ വേണ്ടിയല്ലേ. നീ ചുമ്മാ അഭിനയിച്ചാ മതി. എടുത്തി, ആ വൃത്തികെട്ടവന്റെ കൊഴുപ്പെന്ന് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ആര്യ, റോഡിൽ കിടന്നൊരു പ്രശ്നം വേണോ? വേണം എടുത്തി. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം, നീ ഇടപെടണ്ട. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. അവൻ നമ്മളെ കണ്ട സ്ഥിതിക്ക് നീ എന്നോട് കൂടുതൽ ചിരിക്കണം, കൊഞ്ചിക്കൊഴച്ച് സംസാരിക്കണം, നമ്മളെ കണ്ട കട്ട ലവേഴ്സ് എന്ന് തോന്നിക്കണം. അയ്യേ, എന്തൊരു വൃത്തികേട് എടുത്തി കാണിക്കുന്നവൻ. അല്ല, അയാള് നിന്റെ ഭാര്യയുടെ സഹോദരനല്ലേ? അയാള് വയലന്റ് ആവില്ലേ? ആവണം എടി, അതിനു വേണ്ടിയല്ല നിന്നെ ഞാൻ വരുത്തിയത്. അനുശ്രീക്ക് അവളുടെ ആര്യം ചേട്ടെന്ന് പറഞ്ഞ 100 നാവാ. ഇവന് അതുപോലെ തന്നെ അനിയത്തിന്ന് വെച്ച ചാവും. എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയുമ്പോ അവന്റെ മാനം പോവും. ഇവൻ ഇന്ന് ഇവിടെ ഇട്ട് ഞാൻ ചവിട്ടി കൂട്ടും. എടാ, നീ ഒന്ന് അടങ്ങ്. എന്തേലും പ്രശ്നം ഉണ്ടായ നാട്ടുകാരൊക്കെ ഇടപെടും. അവന്റെ ഉറക്കം പോവാനുള്ളതായി. ഇനി നീ കേറിക്കോ, അവൻ എരിഞ്ഞ് ചാവട്ടെ. കേറിക്കോ. എന്നെ ഒന്ന് മുറുക്ക പിടിച്ചോണേ. അതിനെന്താ, ഞാൻ മുറുക്ക പിടിച്ചോളാം. ഏടത്തെ ഒരാൾ കാരണം അവനിപ്പോ രക്ഷപ്പെട്ടു പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ... ആര്യ, അവൻ നമ്മളെ കണ്ടതുകൊണ്ടാ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. എടുത്തി കയറ്, അവനെ വഴിയിലിട്ട് പിടിക്കണം. വേണ്ട ആര്യ, വിട്ടേക്ക്. ഇല്ല, ഇത് പ്രശ്നമാക്കിയാൽ ഞാൻ അടങ്ങും. ഇതെനിക്ക് ചോദിക്കണോടത്തി, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. പാവ അനുശ്രീ, എന്തോ ഒരു ചതിയില അവൻ അനുശ്രീയെ കല്യാണം കഴിച്ച തന്നെ. ഇങ്ങനെയും കൂടി ഒരു ചതി കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഏടത്തേക്ക് ഓഫീസിൽ പോകാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിലാക്കിയിട്ട് പോവാം. എനിക്ക് ഓഫീസിൽ പോകേണ്ടത് അത്യാവശ്യം തന്നെയാ. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ പോലെ അവൻ അനുശ്രീയെ വഞ്ചിക്കുവാണെങ്കിൽ അത് ചോദിക്കുക തന്നെ വേണം. ഞാനിന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല ആര്യ, നീ വീട്ടിലേക്ക് വിട്ടോ. എത്രയായി? 250 രൂപ. ദേവി, എന്താ ബാലച്ച? രാമേട്ടനും ആകാശം ചായ കുടിക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ. ആ. നമുക്ക് പച്ചക്കറിയിലോട് എടുക്കാൻ പോകണ്ടല്ലേ? അവരിപ്പോ വരും ബാലച്ച. ശരി എന്നാ. ശരി. 250. ആ. ബാലച്ച, ഞാനൊരു കാര്യം പറഞ്ഞ ബാലച്ചൻ ദേഷ്യപ്പെടരുത്. എന്താ മോളെ? അത് നമ്മുടെ മാമന്റെ കാര്യ. ആ പണം മോഷ്ടിച്ചത് മാമനല്ല ബാലച്ച.
മാമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെനിക്കറിയാം. ഞാൻ അവനെ പോയി തിരിച്ചു വിളിച്ചില്ലേ? എന്നിട്ട് അവൻ എൻ്റെ കൂടെ വന്നോ? അവൻ എന്താ പറഞ്ഞത്? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ലേ? ഇനി ഞാൻ എന്താ വേണ്ടേ? അവന്റെ കാലിൽ വീണ് കരഞ്ഞു മാപ്പ് പറയണോ? ദേ, ധർമ്മനെ സംശയിച്ചുകൊണ്ട് അവന്റെ കാലിൽ വീഴാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല. പക്ഷേ അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല. അവന്റെ ഏട്ടന്മാർക്ക് ഒന്നുകൂടെ എന്നെ പരിഹസിക്കാൻ ഒരു കാരണം കിട്ടും. അത്രയേ ഉള്ളൂ. ഏടത്തേക്ക് വാങ്ങിയതാ. എന്താടാ ഇത്? പരിപ്പോടാ. നിങ്ങൾ കഴിച്ചായിരുന്നോ? കഴിച്ചു. ആഹാ. ബാലച്ച, ദാ ആ, ഒരെണ്ണം എടുക്ക്. എനിക്ക് വേണ്ട മോളെ. ഒരെണ്ണം എടുക്ക് ബാലച്ച. ആ രാമേട്ടാ. ഓ, അതെ, പച്ചക്കറി ലോഡ് വന്നിട്ടുണ്ട്. ഞങ്ങളെ ലോഡൊന്ന് നോക്കിയിട്ട് വരാം. കഴിഞ്ഞ തവണത്തെ പോലെ ചീഞ്ഞ സാധനങ്ങളാണെങ്കിൽ ഞാനത് തിരികെ കൊടുത്തുവിടും. മോളെ, നമുക്കിറങ്ങാം. ബാല, കഴിഞ്ഞ ലോഡിന്റെ മുഴുവൻ പൈസയും കൊടുത്തേക്കല്ലേ? പകുതിയും ചീഞ്ഞ പച്ചക്കറിയായിരുന്നു. പകുതി കാശ് കൊടുത്താൽ മതി. അയാളൊരു പ്രാരാബ്ധക്കാരനാ രാമേട്ടാ. കഴിഞ്ഞ ലോഡിന്റെ മുഴുവൻ പൈസയും കൊടുത്തേക്കാം. ആ, ഇനി അങ്ങനെ സംഭവിക്കില്ലെന്ന് അയാൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്റെ ബാല, നീ ഇങ്ങനെ മനുഷ്യരെ കണ്ണടച്ച് വിശ്വസിക്കരുതേ. നമ്മളെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെയും വിശ്വസിക്കണം രാമേട്ട. അങ്ങനെയൊന്ന് ശീലിച്ച ഒരാളും നമ്മളെ ചതിക്കില്ല. അവന്റെ കാര്യത്തിൽ ഇന്നത്തോടെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ആ നാറിയില്ലേ അലോക്, അവന്റെ കാര്യം തന്നെയാ. അവിടെ നിൽക്കടാ. നീ ആ പെണ്ണിന്റെ കൂടെ എങ്ങോട്ടാണ് പോയത്? എടാ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകും. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറക്കും. അതിന് നിനക്കെന്താടാ? ഒന്നുകിൽ ഉദയഭാനു അല്ലെങ്കിൽ ദേവി, ഈ രണ്ടുപേരിൽ ആരോ ഒരാളാ ആ പണം മോഷ്ടിച്ചത്. അതാരാണെങ്കിലും ഇനി ആ കള്ളൻ കൂടുന്നു.